ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് നാളായി ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരു വാർത്തയാണ് ബാബ വാങ്ക എന്ന പ്രവാചകയുടെ വചനങ്ങൾ ഉൾക്കൊണ്ട് തൽസുബി എന്നൊരു പ്രവാചകയുടെ പ്രവചനങ്ങൾ ജൂലൈ 5 പുലർച്ചെ 4 മണിക്ക് ശേഷം ജപ്പാനിൽ വലിയ ഭൂകമ്പം ഉണ്ടാവും, സുനാമി ഉണ്ടാവും എന്നൊക്കെയുള്ള വാർത്തകൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ പലരും അതിനെ പരിഹസിച്ച് കമൻ്റൊക്കെ ഇടുന്നുണ്ട്, ഒരു തേങ്ങയും സംഭവിക്കില്ല എന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ആരുടെയെങ്കിലും കഴിവുകളെ പറ്റി പ്രവചിക്കാൻ പറ്റുമോ? ഈ ഭൂമിയിലുള്ള എത്ര കോടി ജനങ്ങളാവട്ടെ, അവരുടെ എല്ലാവരുടെയും സ്വഭാവം കഴിവുമല്ല വ്യത്യസ്തമല്ലേ? എല്ലാവർക്കും ഒരേ കഴിവാണോ? ഞാനിന്ന് പുലർച്ചെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ അയൽക്കാരി ആയിരുന്ന സരസ്വതി ചേച്ചി, അവർ മരിച്ചിട്ട് 3 വർഷമായി. അവരെന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സരസ്വതി വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ അവരുടെ മോളെയും സ്വപ്നം കണ്ടു. മോള് സൗദിയിൽ റിയാദിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ സരസ്വതിയുടെ മരുമോളോട് ഞാനിങ്ങനെ സ്വപ്നത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ്, ഇന്ന് ആണ്ടുബലിയായിരുന്നു, ജൂലൈ 4 മരിച്ച ദിവസം. അപ്പോൾ നാൾ പ്രകാരം ഇന്നായിരുന്നു, ഇന്ന് പോയി ബലിയിട്ടുള്ളൂ. അപ്പോൾ സരസ്വതിയുടെ ആത്മാവ് എന്നോട് വന്ന് പറഞ്ഞതായിരിക്കില്ലേ, എന്നെ ഓർപ്പിച്ചതായിരിക്കില്ലേ. അവരാണെങ്കിൽ തൊട്ടയലൊക്കെയാണ്, ഭയങ്കര കൂട്ടായിരുന്നു. ഒരു കൂടപ്പുറത്തിനെ പോലെയോ ഒരു അമ്മയുടെ സ്ഥാനം പോലെയോ ഒക്കെ ആയിരുന്നു സരസ്വതി. ഷീജ, അവരുടെ മകള്, എൻ്റെ ഭയങ്കര കൂട്ട് തന്നെയാണ്. അവളത്തെ റിയാദിൽ നിന്ന് ഇന്ന് നാട്ടിലെത്തിക്കുന്നു. അപ്പോൾ അവളെ സ്വപ്നത്തിൽ കാണിച്ചതും അങ്ങനെയല്ല. എനിക്ക് പല സ്വപ്നങ്ങളും അങ്ങനെ ദർശനം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരെയും പുച്ഛിക്കണ്ട, എന്താണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ അവർ പറഞ്ഞതൊന്നും വരില്ല. പണ്ടത്തെ മീനുകളുടെ കഥ പറഞ്ഞ മാതിരി കണ്ണൻ തണ്ടൻ മണ്ടൻ അങ്ങനത്തെ കേട്ടില്ലേ? ഒരാൾ സുരക്ഷിതത്വം നോക്കിപ്പോയി, ഒരാൾ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, ഒരാൾ വരുമ്പോൾ കാണും. പക്ഷേ ഇപ്പോഴത്തെ കൂടുതൽ പേരും ആ ഒന്നും സംഭവിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പ്രകൃതി നടക്കുന്നത് എന്താണ്, ലോകം മുഴുവൻ നടക്കുന്നത് എന്താണ്? മഴയാണെങ്കിൽ അതിൻ്റെ അരുണിമ പറയുന്ന മാതിരി എക്സ്ട്രീം ലെവലിൽ. ഇപ്പോൾ ചൈനയിലൊക്കെ വാർത്തകൾ കാണുന്നത് എക്സ്ട്രീം പ്രളയം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ചുഴലിക്കാറ്റ് എന്നുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചുഴലിക്കാറ്റ്, മഴയാണെങ്കിൽ പൊട്ടി വീഴുന്ന പോലെ മഴ. എന്തൊക്കെയാണ് കാലത്തിൻ്റെ പോക്ക്.